ശബരിമല യുവതി പ്രവേശന വിഷയം വീണ്ടും സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ്. തിങ്കളാഴ്ച വീണ്ടും കേസ് പരിഗണിക്കാൻ പോവുകയാണ്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3 അംഗ ബെഞ്ചാണ് പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കുക. ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി ശശികല ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശശികല ടീച്ചർ, 7 വർഷങ്ങൾക്ക് ശേഷം ശബരിമല യുവതീ പ്രവേശന ഹർജി സുപ്രീം കോടതിയിലേക്ക് വരികയാണ്. പുനഃപരിശോധനാ ഹർജികൾ വരികയാണ്. എങ്ങനെയാണ് ടീച്ചർ ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ടീച്ചറിലേക്ക് നമുക്ക് വരാം. ഇപ്പോൾ ശ്രീകാന്തിലേക്ക് ഒന്ന് പോകാം. ശ്രീകാന്ത്, ഈ 7 വർഷത്തിന് ശേഷം ഈ ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ അന്ന് ഈ വിധി പറഞ്ഞ ജഡ്ജിമാരിൽ ആകെ അവശേഷിക്കുന്ന ഒരേ ഒരാൾ ജസ്റ്റിസ് സൂര്യകാന്ത് മാത്രമാണ്. അന്ന് ആ ബെഞ്ചിൽ വിരുദ്ധാഭിപ്രായം രേഖപ്പെടുത്തിയത് ഇന്ദു മൽഹോത്ര മാത്രമാണ്. ഈ ഭരണഘടനാ ബെഞ്ച് വീണ്ടും രൂപീകരിക്കപ്പെടുമ്പോൾ അതിൽ ആരൊക്കെ ഉൾപ്പെടും? എന്തായിരിക്കും ആ ബെഞ്ചിന്റെ നിലപാട്? ഏകാഭിപ്രായം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള വലിയ സംശയങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ശ്രീകാന്ത്, നീലിമ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വരാൻ പോകുന്ന ഈ കേസിൽ സുപ്രീം കോടതിയിൽ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ 3 അംഗ ബെഞ്ച് ഇതിൽ നിയോഗിക്കാൻ പോകുന്ന 9 അംഗ ബെഞ്ചിന്റെ അത് എങ്ങനെയാണ് ഫോർമേഷൻ എന്നുള്ളതിനെ കുറിച്ചായിരിക്കും അവർ പരിഗണിക്കാൻ പോകുന്നത്. ഇതിന് മുൻപ് കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന എല്ലാ വിഷയങ്ങളിലേക്കും കടക്കാനുള്ള സാധ്യതയുണ്ട്. ഈ 3 അംഗ ബെഞ്ച് ഈ കേസിൽ തിങ്കളാഴ്ച വാദം ഒരുപക്ഷെ അത് പരിഗണിച്ച ശേഷം ഒരു 9 അംഗ ബെഞ്ചിന് രൂപം നൽകും. അതിൽ ആരെയൊക്കെ ഉൾപ്പെടുത്തണം എന്ന് തീരുമാനിക്കും. ആ ഉൾപ്പെടുത്തുന്ന ആളുകൾ ആരൊക്കെ എന്ന് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന്റെ വിവേചനാധികാരമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാധ്യമങ്ങളെ അദ്ദേഹം ചുമതല ഏറ്റെടുത്ത ഘട്ടത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട കേസ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ അതിൽ ഒരു വിധി പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലം തന്നെ ഒരു ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. അവിടെ ധാരാളം ഭക്തജനങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ഭക്തരുടെ കൂടി പ്രതികരണം നമുക്ക് എടുത്തു പോകാം എന്ന് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു പുതിയ വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട്. അതായത് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി കോടതി വീണ്ടും പരിഗണിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അവിടെ യുവതീ പ്രവേശനം വേണമോ വേണ്ടയോ? എന്താണ് ഭക്തജനങ്ങൾ എന്ന നിലയിൽ നിങ്ങളുടെയൊക്കെ അഭിപ്രായം? ഭക്തജനങ്ങൾ എന്ന നിലയ്ക്ക് നമ്മുടെ അവിടെ ആചാരം എന്താണ്, ആ ആചാരത്തിനനുസരിച്ചാണ് പോകേണ്ടത്. മുൻകാലങ്ങളിൽ പോലെ അവിടെ സ്ത്രീകൾക്ക് 8 വയസ്സിലോ 10 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് അവിടെ പ്രവേശനമില്ല. ആ ആചാര രീതി എല്ലാ കാലത്തും നിലനിർത്തി പോകണമെന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. ഇപ്പോൾ പുതിയൊരു വാർത്ത സുപ്രീം കോടതിയിൽ നിന്നും വരുന്നതാണ്. അതായത് തിങ്കളാഴ്ച സുപ്രീം കോടതി യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജി അത് 9 അംഗ ബെഞ്ച് പുനഃപരിശോധന ഹർജി പരിഗണിക്കാൻ പോകുന്നു. എന്താണ് അവിടുത്തെ ആചാരങ്ങൾ, പഴയ പോലെയുള്ള ആചാരങ്ങൾ നിലനിൽക്കണം എന്നുള്ളതാണോ, അതോ കേരളത്തിലെ സർക്കാർ പറയുന്നത് പോലെ, പിണറായി വിജയൻ സർക്കാർ പറയുന്നത് പോലെ യുവതീ പ്രവേശനം അവിടെ സാധ്യമാക്കണം എന്നതാണോ അഭിപ്രായം? സ്വാമി ശരണം. മുൻകാലങ്ങളിലുള്ള അതേ രീതിയിലുള്ള ആചാരങ്ങൾ നിലനിർത്തണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കാരണം വെച്ചാൽ നമ്മുടെ ഭക്തജനങ്ങൾക്കും അതായിരിക്കും ആഗ്രഹം. കാരണം വെച്ചാൽ ഏത് ഭരണം മാറിക്കഴിഞ്ഞാലും ആ ആചാരങ്ങൾ മാറ്റാൻ പാടില്ല. ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്താണ് ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്ന സർക്കാരിൻ്റെ ഒരു വാദം, ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന്റെ ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. അത് സുപ്രീം കോടതിയിലേക്ക് വരാനും പോകുന്നുണ്ട്. വിശ്വാസി എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ആചാരാനുഷ്ഠാനങ്ങൾ അത് നമ്മളുടെ സനാതനധർമ്മപ്രകാരം കോടതികളല്ല തീരുമാനിക്കുന്നത്. അത് വർഷങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ആചാരങ്ങൾ യാതൊരു വിഘ്നങ്ങളും നടത്താതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്നാണ് എല്ലാ ഹൈന്ദവ സമാജവും ആഗ്രഹിക്കുന്നത്. കോടതികൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് കഴിഞ്ഞ 100 കണക്കിന് വർഷങ്ങളായിട്ട് ശബരിമലയിൽ നമ്മൾ 11 വയസ്സ് പിൻപുള്ള കുട്ടികളും അതിനുശേഷം 55 വയസ്സിന് ശേഷമുള്ള പ്രായപൂർത്തി എല്ലാം കഴിഞ്ഞ പ്രായമുള്ള സ്ത്രീകളെ മാത്രമാണ് ക്ഷേത്രത്തിൽ പ്രവേശന രീതി അങ്ങനെ തന്നെ നിലനിൽക്കണം. സ്ത്രീകൾ കൂടി ഇതിലൊരു പ്രതികരണം എടുത്തു പോവാം. ഇപ്പോൾ ഒരു സെക്കൻഡ്, ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കോടതിയുടെ പരിഗണനയിൽ വരാൻ പോവുകയാണ്. തിങ്കളാഴ്ച അത് വരുന്നു. അപ്പോൾ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. എന്താണ് ഒരു വിശ്വാസി എന്ന നിലയിൽ അഭിപ്രായം? പഴയ ആചാരങ്ങൾ അതേപോലെ നിൽക്കണമെന്ന് ആഗ്രഹം. ഞാൻ ശബരിമലയുടെ അടുത്ത് ഉള്ള ഒരാളാണ്. എനിക്കിപ്പോഴും അത് തന്നെ വിശ്വാസം. പക്ഷെ സർക്കാർ പറയുന്നത് അങ്ങനല്ല. അതിപ്പം എന്ത് ചെയ്യാൻ പറ്റും?
ഇപ്പോ ചേട്ടന്റെ അഭിപ്രായം എന്താ അതില്? പഴയ ആചാരം മുന്നോട്ട് തന്നെ പോകണം. അത് സ്ട്രിക്റ്റായിട്ട് ഇപ്പം എന്താ പറയുക, സർക്കാർ പറയുന്നതല്ല, നമ്മുടെ ആചാരങ്ങൾ അത് തന്നെ ചെയ്യണം. അതാണ് എൻ്റെ ഇത്. നിലിമ, ഇപ്പോൾ നമ്മള് പുഷ്പവിഹാർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം, ഡൽഹിയിലെ വളരെ പ്രശസ്തമായ അയ്യപ്പ ക്ഷേത്രമാണ്. അവിടെയാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ കുറച്ച് ഭക്തജനങ്ങളുമായി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ഇങ്ങനെയാണ്. ഒരൊറ്റ വിശ്വാസി പോലും ഈ രീതിയിൽ പഴയ വിശ്വാസങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. കോടതി കൂടി ഈ വിഷയത്തിൽ വിശ്വാസികൾക്കൊപ്പം ശ്രീകാന്ത്, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മുടെ